രാജീവ് ചന്ദ്രശേഖർ സാർ പ്രകടന പട്ടികയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു 2035 തിരുവനന്തപുരത്ത് ഒളിമ്പിക്സ് കൊണ്ടുവരണം എന്നാണെന്ന്. അപ്പോൾ നടക്കുമോ? ഒളിമ്പിക്സ് കൊണ്ടുവരുമോ? ഞാൻ വായിച്ചറിഞ്ഞോളം ഒളിമ്പിക്സ് കൊണ്ടുവരുന്നില്ല. ഒളിമ്പിക്സ് 2036 വരുമ്പോൾ അതിൻ്റെ ഒരു വേദി തിരുവനന്തപുരത്തും കൂടി കൊണ്ടുവരണം. ഫോർ എക്സാമ്പിൾ ഇപ്പം ഇന്ത്യ വെസ്റ്റ് ഇൻഡീസ് അല്ലെങ്കിൽ ഇന്ത്യ പാകിസ്ഥാൻ അല്ലെങ്കിൽ ഇന്ത്യ മറ്റൊരു രാജ്യവുമായിട്ട് ഒരു ക്രിക്കറ്റ് സീരീസ് ഉണ്ടെന്ന് വയ്ക്കുക. അപ്പം നമുക്ക് തിരുവനന്തപുരത്ത് ഒരു സ്റ്റേഡിയം ഉണ്ട്, ഒരു മത്സരം ഇവിടെ കൂടി കൊണ്ടുവന്നാൽ നല്ലതായിരിക്കും എന്ന് പറയുന്നവർ ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഒളിമ്പിക്സ് ഇന്ത്യയിൽ വരികയാണെങ്കിൽ അതിൻ്റെ ഒരു വേദി കേരളത്തിൽ തിരുവനന്തപുരത്തും കൊണ്ടുവരാൻ ശ്രമിക്കുന്ന പറഞ്ഞതായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. തീർച്ചയായിട്ടും കൊണ്ടുവരണം എന്നാണ് പറയുന്നത്. കാരണം എന്നറിയോ, ഈ എന്തിനാണ് ഇങ്ങനെ കൊണ്ടുവരുന്നത് വെച്ചാൽ നമ്മുടെ ഇവിടെയുള്ള സ്പോർട്സിലോട്ട് വരാനുള്ള യുവാക്കൾക്ക് അല്ലെങ്കിൽ അടുത്തൊരു തലമുറയ്ക്ക് പ്രചോദനം നൽകണം. അപ്പോൾ സ്വാഭാവികമായിട്ടും അങ്ങനെ ഒരു പ്രകടനപത്രത്തിൽ പറഞ്ഞിട്ടുണ്ട്, ഒളിമ്പിക്സ് ഇന്ത്യക്ക് കിട്ടുകയാണെങ്കിൽ ഒരു വേദി കൊണ്ടുവരാൻ കഴിയുക തന്നെ ചെയ്യും. ചേട്ടാ, ഒരു തികച്ചും പേഴ്സണൽ ആയിട്ടുള്ള ഒരു ചോദ്യം ചോദിച്ചോട്ടെ. ചേട്ടാ, രാഷ്ട്രീയത്തിലോട്ട് ഇറങ്ങിയ സമയത്ത് BJP പാർട്ടിയിലേക്ക് പോവാം അല്ലെങ്കിൽ BJP ചൂസ് ചെയ്യാനുള്ള ഒരു കാരണം എന്തായിരുന്നു? ഞാൻ ചെറുപ്രായം തൊട്ടേ RSSുമായി ബന്ധപ്പെട്ടൊരു വ്യക്തിയാണ്. 82-ലാണ് ആദ്യമായിട്ട് ശാഖയിൽ പോകുന്നത്. അതിനുശേഷം സ്വാഭാവികമായിട്ടും കോളേജിൽ പോകുമ്പോൾ ABVP ആണ്, അത് കഴിയുമ്പോൾ BJP ആണ്. അന്ന് ഇത്രയും ആൾബലമോ സാമ്പത്തിക ബലമോ ഒന്നും ഉള്ളതല്ല പാർട്ടി. അന്ന് അങ്ങനെ ഞാൻ ചിന്തിച്ചു, അങ്ങനെ വർക്ക് ചെയ്തു. അതിനുശേഷം സിനിമയിലും സീരിയലൊക്കെ വന്നപ്പോഴും ഞാൻ പാർട്ടി എവിടെ ഇലക്ഷൻ നടക്കുന്നോ അവിടെയൊക്കെ പോകും. ഇപ്പോൾ 2015-ലായാലും 2020-ലായാലും ഞാൻ ഇവിടുത്തെ എല്ലാ സ്ഥാനാർത്ഥികൾക്ക് വേണ്ടി പ്രചരണത്തിന് പോകുമായിരുന്നു. അന്ന് ഇത്രയും മീഡിയയുടെ സ്ട്രെങ്ത് ഇല്ലാത്തതുകൊണ്ട് അറിയുന്നില്ലെന്നേ ഉള്ളൂ. അങ്ങനെ പ്രവർത്തിക്കുന്ന കണ്ടിട്ടാണ് 2021 പാർട്ടിയുടെ ക്ഷണം വന്നു, പാർട്ടിയിൽ ജോയിൻ ചെയ്യാൻ. അങ്ങനെ ജോയിൻ ചെയ്യുന്നു, വർക്ക് ചെയ്യുന്നു, അത്രയേ ഉള്ളൂ. നമ്മൾ യാത്രകളിലേക്ക് വന്നു കഴിഞ്ഞാൽ സർ അത്യാവശ്യം യാത്ര ചെയ്യുന്ന ഒരാളാണ്, ജോലിയുടെ കാര്യത്തിനും രാഷ്ട്രീയപരമായിട്ടും ഫാമിലിയുടെ കൂടെയൊക്കെ. അപ്പം ഈ അടുത്തിടെ യാത്ര ചെയ്തതിൽ ഭയങ്കര അത്ഭുതം തോന്നിയൊരു സ്ഥലം ഏതാ? അല്ലെങ്കിൽ ഇനിയും നമുക്ക് അവിടെ പോകണം എന്ന് തോന്നിയതോ, ഒരു കോർ മെമ്മറി ആയിട്ട് നമ്മൾ സൂക്ഷിക്കുന്ന ഒരു സ്ഥലം? ലോകം മുഴുവൻ നമ്മൾ എവിടെയൊക്കെ സഞ്ചരിച്ചാലും ഒരു കാര്യം പറയാം, ഏറ്റവും നല്ല രാജ്യമായിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത് ഇന്ത്യ തന്നെയാണ്. കാരണം ഓരോ സ്ഥലത്ത് പോകുമ്പോഴും അത് ഭൂമിയുടെ ഭാഗം തന്നെയാണ്. എല്ലായിടത്തും ഓരോരോ പ്രത്യേകതകളുണ്ടാവും, ഇല്ലെന്ന് പറയാൻ പറ്റില്ല. ചില രാജ്യങ്ങളിൽ പോകുമ്പോൾ, പ്രത്യേകിച്ച് വെസ്റ്റേൺ വേൾഡിൽ പോകുമ്പോൾ, യൂറോപ്പിൽ പോകുമ്പോൾ വൃത്തിക്ക് വലിയൊരു സ്ഥാനമുണ്ട്. എന്ത് സാധനം താഴെ വീണാലും വീണെടുത്ത് കഴിക്കാം, അമ്മാരി വൃത്തിയാണ്. അപ്പോൾ അവിടെ ചെല്ലുമ്പോൾ പക്ഷേ അവിടെ അതിൻ്റേതായ പോരായ്മയുണ്ട് വെച്ചാൽ പോരായ്മകളുണ്ട്. അതുപോലെ നമ്മുടെ UK ലണ്ടൻ പോലത്തെ സ്ഥലത്ത് ചെന്ന് കഴിഞ്ഞാൽ അതിന് എൻറ്റയർലി ഡിഫറെൻ്റായ ഗുണങ്ങളുമുണ്ട്, പ്രശ്നങ്ങളുമുണ്ട്. ഞാൻ പോയില്ലെങ്കിൽ കഴിഞ്ഞ തവണ ജപ്പാനിൽ പിള്ളേരും ഭാര്യയും കൂടി പോയി. അപ്പോൾ അവർ പോയിട്ട് വന്നു, ഞാൻ അടുത്ത കാലത്ത് സഞ്ചരിച്ചതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട സ്ഥലം സമാധാനം കൊണ്ടും സന്തോഷം കൊണ്ടും വൃത്തി കൊണ്ടും എല്ലാം ജപ്പാനായിരുന്നു പറഞ്ഞു. ഞാൻ പോയിട്ടില്ല എങ്കിൽ പോലും അവർ പറയുമ്പോൾ എനിക്കൊരു പിക്ചർ കിട്ടും. അപ്പോൾ എനിക്ക് തോന്നുന്നു യാത്ര ചെയ്തല്ല എനിക്ക് വളരെ പ്രിയപ്പെട്ടെന്ന് പറഞ്ഞത്, ഞാൻ എൻജോയ് ചെയ്തൊരു സ്ഥലം എന്ന് പറയുന്നത് യൂറോപ്പ് ഞാൻ വളരെയധികം എൻജോയ് ചെയ്തൊരു സ്ഥലം തന്നെയാണ്, ഇല്ലെന്ന് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെയാണെങ്കിലും ഇന്ത്യക്കകത്ത് ഭാര്യ ഒരു കാര്യം പറഞ്ഞു, ഇത്രയും സ്ഥലങ്ങളിൽ പോയി ഈ എല്ലാവർക്കും സ്നോ ഉള്ള സ്ഥലം, തണുപ്പുള്ള സ്ഥലത്ത് പോകാൻ ഇഷ്ടമാണ്. ബേസിക്കലി നമുക്കിവിടെ നമ്മൾ ചൂട് കാണുന്നവരാണ്. ഭാര്യ പറഞ്ഞു, എത്ര സ്വിറ്റ്സർലാൻഡിൽ പോയാലും എത്ര അവിടെ പോയാലും കാശ്മീരിനെ വെല്ലാൻ ഒരു സ്ഥലമില്ല. കാശ്മീർ ഇസ് ദ ബെസ്റ്റ് പ്ലേസ്. ഒന്ന് ഭംഗി, ഒന്ന് വിസ്തൃതമായ സ്ഥലം, 3 അവിടുത്തെ ആളുകളുടെ ലോക്കൽസിൻ്റെ പെരുമാറ്റം, 3 വേറൊരു വിഷയം എക്സലൻറ്റ് ഫുഡും കിട്ടുന്നുണ്ട് വളരെ കുറഞ്ഞ ചിലവിൽ. അതുകൊണ്ട് ഞാനും കാശ്മീരിൽ പോയിട്ടുണ്ട്. എനിക്കും വളരെ പ്രിയപ്പെട്ട ഒരു സ്ഥലങ്ങളിലൊന്നാണ് കാശ്മീർ. ഫുഡിൻ്റെ കാര്യം പറഞ്ഞല്ലോ, ഫുഡ് ഏറ്റവും ഇഷ്ടപ്പെട്ട ഫുഡ് ഏതായിരുന്നു? അല്ലെങ്കിൽ നമ്മളിങ്ങനെ കഴിക്കാനായിട്ട് ഒരു കൊതി തോന്നുന്ന ഫുഡ് എപ്പോഴും എന്താ? എൻ്റെ ഏറ്റവും ബേസിക് ഒരു സംഭവം എന്ന് വെച്ചാൽ ചപ്പാത്തി ദാൽ അല്ലെങ്കിൽ റൊട്ടി ദാൽ എപ്പോൾ കിട്ടിയാലും ഞാൻ കഴിക്കും. ഞാൻ അരി വലുതായിട്ട് പ്രിഫർ ചെയ്യുന്ന ഒരാളല്ല. നേരെ വിപരീതമാണ് എൻ്റെ ഭാര്യ. 3 നേരവും അരിയാഹാരം കിട്ടിയാലും കഴിക്കും. അഹാനയുടെ പ്രത്യേകത വെച്ചാൽ ഏത് രാജ്യത്ത് പോകുന്നു അവിടെ എന്ത് കിട്ടുന്നോ അതേ കഴിക്കും. അതിന് പകരം ഇഷാനി ഓസിയും ഇങ്ങനെ ഗൂഗിൾ അടിക്കും, ഇന്ത്യൻ റെസ്റ്റോറൻറ്റ്. ഞാൻ ഏതൊരു വ്ളോഗിൽ കണ്ടിട്ടുണ്ട്, അവർ കഞ്ഞി തപ്പി നടക്കുന്നത്. അവസാനം കുറെ അരി മച്ചോടൊന്ന് വീട്ടിൽ തന്നെ പാചകം തുടങ്ങി. ലണ്ടനിൽ താമസിച്ചപ്പോൾ ഒരു രക്ഷയില്ല, അവർക്ക് ഒന്നും പറ്റുന്നില്ല. അതുകൊണ്ട് കുറച്ച് അച്ചാറും വാങ്ങിച്ച് ഇതും വാങ്ങിച്ച് ഇതായിരുന്നു തീറ്റി, കഞ്ഞി. അപ്പോൾ പുറത്തു പോയി ട്രൈ ചെയ്തതിൽ ചേട്ടന് ഇഷ്ടപ്പെട്ട ഒരു ഇത് ഫുഡ് ഹാബിറ്റ്സ് എന്താ? ഫുഡ് എന്തൊക്കെയാ? ഞാനും ഏകദേശം അഹാനയുടെ സ്വഭാവമാണ്. എവിടെ ചെല്ലുന്നോ അവിടെ എന്ത് കിട്ടുന്നോ അതങ്ങ് കഴിക്കും. അതാണ് എൻ്റെ. ഓസി ഏതൊരു വീഡിയോക്കകത്ത് കോമഡി ആയിട്ട് പറഞ്ഞിട്ടുണ്ട്, എവിടെങ്കിലും ചെന്നിട്ട് എന്തെങ്കിലും ഒരു വലിയ പേര് പറഞ്ഞാൽ അമ്മ അത് കഴിക്കും, പക്ഷെ ഞങ്ങൾക്ക് അത് പറ്റത്തില്ല. അത് ഒരുപാട് കട്ട് വീഡിയോ, ഒരു കോമഡി പോലെ. അമ്മൂന് അവിടെ ചെന്ന് എന്താണെന്ന് പോലും അറിയണ്ട, അവിടെ ഇങ്ങനെ നോക്കും, ഒരു പിടിയും കിട്ടാത്ത സാധനം വാങ്ങിച്ച് കഴിച്ചു കളയും. അവള് പക്ഷെ എൻജോയ് ചെയ്ത് ഭക്ഷണം കഴിക്കുന്ന ഒരാളാണ്. ടൈം എടുത്ത് നല്ല വൃത്തിയായിട്ട് കഴിക്കും.
ഏത് ഭക്ഷണം കൊടുത്താലും ചെറുതിലേ അങ്ങനെയായിരുന്നു. അതേസമയം മറ്റു 3 പേരെന്ന് വെച്ചാൽ പച്ചക്കറി ഇഷ്ടമല്ല, പിന്നെ ശർക്കര, അതായത് പായസം കഴിച്ചിട്ടില്ലാത്ത 3 പേരുണ്ട് ഞങ്ങളുടെ വീട്ടിൽ. ഓസി, ഇഷാനി, ഹൻസിക. ഓസി ചെറുതിലെ എന്തോന്നോ വെച്ചപ്പോൾ ഇങ്ങനെ എന്തോ കാണിച്ചു കളഞ്ഞൊരു ആക്ഷൻ. അങ്ങനെ ഇഷാനി തൊട്ടില്ല. ഹൻസിക വളർന്നു വന്നപ്പോൾ ഇഷാനി എന്തോ കാണിച്ചു കൊടുത്തു. കഴിക്കലടാ എന്ന് പറഞ്ഞു. അവർ കഴിച്ചിട്ടേ ഇല്ല. അപ്പോൾ അതുപോലെ തന്നെ നമുക്കിപ്പം കണക്ട് ചെയ്യാൻ പറ്റും. അത് നിങ്ങളുടെ ഫാമിലിക്ക് കിട്ടുന്ന ഒരു അറ്റൻഷൻ എന്നല്ല, അതൊരു ബ്ലെസ്സിങ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അതായത് ഇപ്പോൾ ദുബായ് വ്ളോഗ് എല്ലാവരും കൂടെ ദുബായിൽ പോയിട്ട് സിന്ധു ചേച്ചി ഇട്ടിട്ടുണ്ട് ദുബായ് വ്ളോഗ്, അഹാന ഇട്ടിട്ടുണ്ട്, ഇഷാനി ഇട്ടിട്ടുണ്ട്, ഹൻസിക്ക് ഇട്ടിട്ടുണ്ട് ഇൻ മൈ ഐസ് എന്ന് പറഞ്ഞിട്ട്. അപ്പം ഒരു സ്ഥലം തന്നെ 4 പേര് കവർ ചെയ്യാണ്. ഈ 4നും വ്യൂ ഉണ്ട്, ഈ 4 കാണാനും ആൾക്കാരുണ്ട്. ഒരു സെയിം സ്ഥലമാണെന്ന് ഓർക്കണം. അപ്പോൾ നമുക്കതൊരു അത്ഭുതമല്ലേ കാണുമ്പോൾ. നമ്മുടെ മിമിക്രിയുടെ ഒക്കെ ആൾക്കാർ പറയില്ലേ, ഒരേ ഡയലോഗ് തന്നെ പ്രേം നസീർ പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും, മമ്മൂട്ടി പറഞ്ഞാൽ എങ്ങനെ ഇരിക്കും. അപ്പോൾ ആൾക്കാർക്കും ഒരേ സംഭവമാണെങ്കിലും വ്യത്യസ്തമായിട്ട് ആൾക്കാർ പറയുമ്പോൾ അത് ഇഷ്ടപ്പെടുന്നുണ്ടാവാം. അതൊക്കെ ഒരു ഭാഗ്യമാണ്. കാരണം എന്നറിയോ, ഞാൻ പറഞ്ഞാൽ ഞാൻ സിനിമയിൽ ഒരു സ്റ്റാർഡം വഹിച്ച ഒരാളല്ല. ഇപ്പോൾ മമ്മൂട്ടി, മോഹൻലാൽ, സുരേഷ് ഗോപി ഇവരുടെ കാലഘട്ടത്തിലാണ് ഞാൻ വളർന്നത്. ഞാൻ എന്നും ഒരു സ്ട്രഗളറായിരുന്നു സിനിമയിലും. അങ്ങനെ ഒരു സ്ട്രഗളറായ ഒരാളുടെ കുടുംബത്തിനോട് ഇത്ര ഇഷ്ടം വരുന്നത് നിങ്ങളൊന്ന് ആലോചിക്കുക, എത്ര വലിയൊരു അനുഗ്രഹമാണെന്ന്. കാരണം ഞങ്ങൾ എന്തൊക്കെയോ കാണിക്കുന്നു, അതെല്ലാം ആൾക്കാർ ഇഷ്ടപ്പെടുന്നു. ആൾക്കാർ എവിടെയെങ്കിലും ചെല്ലുമ്പോൾ ഞങ്ങളുടെ അടുത്ത് ഞങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുന്നു. ഞാനത് വളരെയധികം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. എൻ്റെ അടുത്ത് ആൾക്കാർ വരും, കൊച്ചു കുട്ടികൾ വരെ വന്നിട്ടൊക്കെ ഫോട്ടോ എടുക്കും. ഞാൻ നിന്ന് കൊടുക്കും, കുറേ നേരം നിന്ന് ഫോട്ടോ എടുക്കും. കാരണം ഇതൊക്കെ നമുക്ക് കിട്ടുന്ന ഒരു വലിയ ഒരു സുലഭമായൊരു അവസരമാണ്. ഞാനിങ്ങനെ എൻജോയ് ചെയ്യുന്ന ഒരാൾ. ഇതൊക്കെ ആൾക്കാർ നോക്കും, ചിരിക്കും. ചിലർ അഭിപ്രായം പറയുമായിരുന്നു, പണ്ട് മോശം പറയും, ഇപ്പോൾ 100% ആൾക്കാരും നല്ലതാവെന്ന് പറയും. അഥവാ അതിന് മോശം കമൻറ്റ് ഞാൻ ചിലർക്ക് മറുപടി പേഴ്സണലി അയക്കും. ഒന്നുമല്ല, സ്നേഹത്തിൻ്റെ ഭാഷയിൽ ഇമ്മീഡിയറ്റ്ലി തിരിച്ചൊരു, അയ്യോ ചേട്ടാ ഞാൻ നിങ്ങളെയൊന്നും കണ്ടിട്ടില്ല, അന്നേരത്തെ ഒരു ദേഷ്യം കൊണ്ട് ഞാൻ എഴുതിയതാണ്, ഞാൻ ഒരിക്കലും ദേഷ്യം വെക്കരുത്, ദേഷ്യം നിങ്ങൾക്കാണ് നഷ്ടം വരുത്തുന്നത്. കാരണം എനിക്കിപ്പോൾ ശ്രീനിധിയുടെ ഒരു ദേഷ്യം വന്നാൽ ശ്രീനിധിയെ കാണാൻ കിട്ടുന്നില്ല, എന്നതിന് കൈ കിട്ടിയിട്ട് 2 കൊടുക്കണം എന്ന് പറഞ്ഞിരിക്കുമ്പോൾ ഒരു കത്തുന്ന കനൽക്കട്ട എടുത്ത് കൈ വെച്ചിരിക്കുന്ന പോലെ നിങ്ങളെ കാണുമ്പോഴെടുത്ത് എറിയാൻ പറ്റൂ. അത്ര നേരം എന്താ സംഭവിക്കുന്നത്, എൻ്റെ കയ്യെ പൊള്ളുന്നത്. അതുകൊണ്ട് ആരോടും നമ്മൾ ദേഷ്യം മനസ്സിൽ വെച്ചുകൊണ്ടിരുന്ന നഷ്ടം നമുക്കാണ്. കാരണം അവൻ വരട്ടെ എന്ന് പറഞ്ഞിരിക്കുക, അവൻ അവിടെ അടിച്ച് പൊളിച്ചാൽ ഹാപ്പി ആയിട്ട് ഇരിക്കുകയായിരിക്കും, ചിരിച്ചുകൊണ്ടിരിക്കുകയായിരുന്നു, നമ്മളിവിടെ വെന്തോണ്ടിരിക്കുക. അതുകൊണ്ട് ഞാനിതെല്ലാം എൻജോയ് ചെയ്യുന്ന ഒരാളാണ്. സിന്ധു ചേച്ചിയുടെ വീഡിയോ ഇടുമ്പോഴും അതിന്റെ താഴെ വരും കേക്ക ചേട്ടനോട് ഒരു വീഡിയോ ഇടാൻ പറ, ഒരു വ്ളോഗ് ഇടാൻ പറ എന്ന് കാണാറുണ്ട്. അപ്പോൾ എല്ലാവരും ആക്ച്വലി ക്യൂരിയസ് ആണ് ഒരാൾ ഇടുന്ന വ്ളോഗ് ഏതാണെന്ന് കാണാനായിട്ട്. വലിയൊരു ഭാഗ്യം. കാരണം വെച്ച് കഴിഞ്ഞാൽ എല്ലാവരെയും സ്നേഹിക്കുന്നു. വ്യത്യസ്തമായിട്ട് അല്ലെങ്കിൽ ഒരാളുടെ വ്ളോഗ് കണ്ടാൽ പോരെ, ഒരേ സംഭവം തന്നെയല്ലേ. ജപ്പാനിൽ പോകുന്നു, വേറെ ജപ്പാനൊന്നും കാണിക്കുന്നില്ലല്ലോ, അതേ ജപ്പാൻ തന്നെയാണല്ലോ. നീ പറഞ്ഞ പോലെ വീണ്ടും ഞാൻ ഒരു ഇൻ്റർവ്യൂവിനകത്ത് ചിലപ്പോൾ 1000 വട്ടം ഭാഗ്യവും അനുഗ്രഹം എന്നും പറയും കേട്ടോ. അതെൻ്റെ ഒരു ശീലമായിപ്പോയി, അങ്ങ് ക്ഷമിക്കുക.